ദൈവം മാത്രമാണ് നമ്മുടെ പരമാധികാരി. ഇവിടെ ദൈവമാക്കി വെക്കുന്ന ഭരണകർത്താക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവത്തിൻ്റെയും അധികാരി സർവശക്തനായ ദൈവമാണ്. ദൈവവും രാജ്യവും അധികാരമുള്ളവർ തന്നെയാണ്. പക്ഷേ ദൈവമാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ഒരാശയം കൂടെ യേശു കർത്താവ് പറയുവാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ രാജ്യം നല്ലതാണ്, ഭരണം നല്ലതാണ്, ഭരണകർത്താക്കൾ നല്ലതാണ്. പക്ഷേ ഇവരെ എല്ലാം ആക്കി വെക്കുന്നത് സർവശക്തനായ, സർവാധികാരിയായ, സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ അധികാരത്തോളം മറ്റൊരധികാരവുമില്ല എന്ന് പരീശന്മാർക്കും ഹെരോദ്യർക്കും ബോധ്യമായപ്പോൾ അവർ അവങ്കൽ ആശ്ചര്യപ്പെട്ടു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു നമുക്കാരാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ വന്നു, ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരെയായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു. ഇവിടെ വളരെ പ്രത്യേകതകളുള്ള ചില വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ അന്നത്തെ മതമേലധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടി യേശുവിനെ ഇല്ലാതാക്കുവാനായി ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതെടുത്തു പറയുന്നുണ്ട്. മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒരുമിച്ച് കൂടി ക്രിസ്തുവിനെ ഏതു വിധേന ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് കാര്യാലോചനകൾ നടക്കുന്നത് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അത് പറയുന്നതിന് കാരണം യേശുക്രിസ്തുവിന് ജനത്തിനിടയിലുള്ള സ്വാധീനം, യേശുക്രിസ്തു തകർന്നുപോയ ചില മനുഷ്യരെ ചേർത്ത് നിർത്തിയതിൻ്റെ ഒരു വെപ്രാളം, പാപത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച സ്ത്രീകളെ ക്രിസ്തുവിൻ്റെ മകളാക്കിയതിലെ പരിദേവനം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് യേശുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു സീരീസ് ഓഫ് കില്ലിംഗ്, യേശുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിലെ നിറപടിയായുള്ള കാര്യാലോചനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരീശന്മാരെയും ഹെരോദ്യരെയും യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ അവർ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. പരീശന്മാരും ഹെരോദ്യരും യേശുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് വന്നു എന്ന് പറയുമ്പോൾ യേശുവിന് അതൊരു വലിയ അത്ഭുതമായി തോന്നുകയാണ്. കാരണം പരീശന്മാർ അന്നത്തെ കൺസർവേറ്റീവ്സ് ആണ്. മതപരമായ കാര്യങ്ങളിൽ വളരെ ഉത്സാഹം കാണിക്കുകയും ചതകുപ്പ, ജീരകം എന്നിത്യാദി കാര്യങ്ങളിൽ കൃത്യമായി ദശാംശം കൊടുക്കുകയും മതപരമായ കാര്യങ്ങളിൽ അവഗാഹമായ താല്പര്യങ്ങൾ കാണിക്കുന്ന ഒരു കൂട്ടരാണ് പരീശന്മാർ. എന്നാൽ ഹെരോദ്യർ അന്നത്തെ ഹെരോദ രാജാവിനെ പ്രീതിപ്പെടുത്തുകയും ഹെരോദ രാജാവിനോട് പ്രത്യേകമായ മമത കാണിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഹെരോദ്യർ. ഇവർക്ക് ഇരു കൂട്ടർക്കും ഒരു കാലത്തും ഒരുമിക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തിപ്രഭാവങ്ങളാണ്.
രണ്ട് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവരുടെ ഒരുമിച്ചുള്ള ആ വരവിൽ യേശുവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ രണ്ട് കൂട്ടരും ഒരുമിക്കുവാനുള്ള ഒരു സാധ്യതകളും ഇല്ലാതിരിക്കെ ക്രിസ്തുവിനെ ഒരു പൊതുശത്രുവായി എണ്ണിക്കൊണ്ട് ഒരിക്കലും ഒരുമിക്കാത്ത രണ്ട് കൂട്ടർ അവിടെ ഒരുമിക്കുകയാണ്. അവരാണ് ക്രിസ്തുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗൂഢാലോചനക്കാർ പരീശന്മാരും ഹെരോദ്യരുമാണ്. അപ്പോൾ ഈ ഗൂഢാലോചനയുടെ പിന്നിലെ രഹസ്യം കർത്താവ് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ യഹൂദന്മാരിൽ ഹെരോദ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെരോദ്യരും, ഭരണത്തെക്കാൾ രാജ്യത്തെക്കാൾ മതമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതെന്ന് പറയുന്ന പരീശന്മാരും, ഇവിടെ ഈ രണ്ടു കൂട്ടരും ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റേറ്റും ചർച്ചും എന്ന് പറയുന്ന രണ്ട് ഭരണവിരുദ്ധമായ നിലപാടുകളെ യേശുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് വന്നത് എന്ന ബോധ്യം യേശുവിന് മനസ്സിലായി എന്നാണ് ഈ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യേശുവിൻ്റെ മറുപടി ഇതൊന്നുമല്ല, ഞാൻ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ യേശു നമുക്കാരാണ്? ഞാൻ ആരാധിക്കുന്ന യേശു, അവൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമുക്ക് തിരിച്ചറിയുന്നതിലാണ് എൻ്റെ ക്രിസ്തു ദർശനം ഏറ്റവും പ്രൗഢമാകുന്നത്. എൻ്റെ ക്രിസ്തു ദർശനം എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നറിയുന്നതിലാണ്. ഞാൻ ആരാധിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിലാകണം നമ്മുടെ ക്രിസ്തു ദർശനം. അപ്പോൾ ഇവിടെ ക്രിസ്തു ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപപങ്കിലമായ ജീവിതത്തെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ മത നേതാക്കന്മാരും ഭരണകർത്താക്കളെ സപ്പോർട്ട് ചെയ്യുന്നവരും ചേർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വാധീനം ജനത്തിൻ്റെ ഇടയിൽ ഇല്ലാതാക്കുക, അവിടുത്തെ ചക്രവർത്തിമാരുടെ ഇടയിൽ യേശുവിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുക, ഇതായിരുന്നു അവിടുത്തെ മതമേലധ്യക്ഷന്മാരുടെ ഗൂഢാലോചനക്കാരുടെ ഹിതം എന്ന് പറയുന്നത് അതായിരുന്നു. എന്നാൽ യേശു അതിനെ തിരിച്ചറിഞ്ഞ് അവരുടെ ഗൂഢാലോചന എന്താണെന്ന് കൂടെ ക്രിസ്തു മനസ്സിലാക്കുകയാണ്. അവരുടെ ഗൂഢാലോചന അതിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് അവരുടെ ഗൂഢാലോചന? അവരുടെ ഗൂഢാലോചന അവരെ വാക്കിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വാക്കിൽ കൊടുക്കുക എന്ന് പറയുന്ന പദം, അല്ലെങ്കിൽ ക്യാച്ച് ഹിം എന്ന് പറയുന്ന ഒരു പദത്തിന് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ അർത്ഥമാക്കുക. അപ്പോൾ അവരുടെ ഗൂഢാലോചന യേശുവിനെ വേട്ടയാടുക എന്നുള്ളതാണ്. യേശുവിനെ വേട്ടയാടേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? യേശുവിനെ ഒരു വേട്ടമൃഗത്തെ പോലെ വേട്ടയാടേണ്ടതിൻ്റെ ആവശ്യം അന്നത്തെ മഹാപുരോഹിതന്മാർക്കോ മതമേലധ്യക്ഷന്മാർക്കോ ചക്രവർത്തിമാർക്കോ ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പദം ശ്രദ്ധിക്കണം, യേശുവിനെ വേട്ടയാടുകയാണ്. എന്തിനാണ് യേശുവിനെ ഇങ്ങനെ വേട്ടയാടേണ്ടതിൻ്റെ ആവശ്യം? അപ്പോൾ റോമാക്കാരുടെ മുൻപിൽ യേശുവിനെ ഒരു കലാപകാരിയായി മാറ്റേണ്ടത് ഹെരോദ്യരുടെ ആവശ്യമാണ്. അപ്പോൾ യേശു ഒരു കലാപകാരിയാണെന്ന്
ഹെരോദാവിന് തോന്നിയാൽ യേശുവിനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. അപ്പോൾ യേശു മതത്തിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരാളാണെന്ന ബോധ്യം വന്നാൽ യേശുവിനെ കൺസർവേറ്റീവ്സ് എന്ന് വിളിക്കുന്ന പരീശന്മാർക്ക് യേശുവിനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇവർ രണ്ടു കൂട്ടരും ഉദ്ദേശിക്കുന്നത് ചക്രവർത്തിമാരുടെ ഇടയിൽ ക്രിസ്തുവിനെ ഒരു കലാപകാരിയായി പ്രസന്റ് ചെയ്യുക, ഇത്രയും സ്വാധീനം ജനത്തിന്റെ ഇടയിൽ വരുത്തിയ ക്രിസ്തുവിനെ ആ ജനത്തിന്റെ ഇടയിൽ സ്വാധീനം ഇല്ലാതാക്കുക. ഈ രണ്ട് വിചാരത്തോടുകൂടെയാണ് അവർ ഗൂഢാലോചന നടത്തുന്നത്. അതുകൊണ്ടാണ് അവനെ കൊടുക്കുവാൻ എന്ന് പറയുന്ന പദം അവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ക്രൈസ്തവ ഭക്തന്മാരെ കൊടുക്കുവാനായി, വേട്ടയാടുവാനായി പരിശ്രമിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാമധേയ ക്രൈസ്തവരായ പ്രിയപ്പെട്ടവർ, പൗരോഹിത്യ വൃന്ദത്തിലുള്ളവർ യേശുവിനെ വേട്ടയാടിയെങ്കിൽ എന്തിനധികം നമ്മളെയും വേട്ടയാടുന്നതിൽ അവരും ജാഗരൂകരാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ചക്രവർത്തിമാരുടെ ഇടയിൽ യേശുവിനെ കലാപകാരിയാക്കുക, മതനേതാക്കന്മാരുടെ ഇടയിൽ യേശു സ്വാധീനമുള്ളവനായി ജനത്തിന്റെ ഇടയിൽ മാറിയിരിക്കുന്നു എന്നുള്ള വാർത്ത അവരെ വേറൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുവാനായി ആഗ്രഹിക്കുന്നത്, ജനത്താൽ ക്രിസ്തുവിനെ അവഹേളിച്ചാൽ ക്രിസ്തുവിന്റെ സ്വാധീനം സ്വയമേവ അസ്തമിച്ചു പോകും എന്നുള്ള ധാരണ വന്നുകൊണ്ടാണ് ഒരിക്കലും ഒരുമിക്കാത്ത പരീശന്മാരും ഹെരോദ്യരും അവിടെ ഒരുമിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാം, യേശുവിനെ വേട്ടയാടിയതിൻ്റെ ആവശ്യം സമൂഹത്തിൽ യേശുവിൻ്റെ സ്വാധീനം എടുത്തു കളയുക, രാജാക്കന്മാരുടെ ഇടയിൽ ക്രിസ്തുവിനെ ഒരു കലാപകാരിയായി പ്രസന്റ് ചെയ്യുക. അപ്പോൾ യഹൂദന്മാരായ ആൾക്കാർക്കും അന്നത്തെ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർക്കും മറ്റൊരു കാരണവും കൂടാതെ തന്നെ യേശുവിനെ ഇല്ലാതാക്കാനായി എളുപ്പമാകും എന്നുള്ള ഗൂഢാലോചനയിൽ അവർ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർ വേട്ടയാടുന്നത് എന്ന് വേണം നമ്മൾ ഗ്രഹിക്കാൻ. മൂന്നാമത്തെ കാര്യം, ഇവർ വേട്ടയാടുക മാത്രമല്ല, ഈ വേട്ടയാടുവാൻ വന്ന പരീശന്മാരും ഹെരോദ്യരും യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രത്യേകതയുള്ള വാക്കുകൾ കൊണ്ടാണ്. അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്: ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അവർ പറയുന്നത് യേശുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠതയാണ് അവർ പറയുന്നത്. യേശുവിന്റെ ശ്രേഷ്ഠത പറയുന്നത് നല്ലതാണ്. യേശുക്രിസ്തു നല്ല വഴി പഠിപ്പിക്കുന്നവനാണെന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ആ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. യേശുക്രിസ്തു നല്ലവനാണ്, സത്യവഴി പഠിപ്പിക്കുന്നവനാണ്, മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നവനാണ്, സത്യമാണ്. പരീശന്മാരും ഹെരോദ്യരും പറയുന്ന ആശയം വളരെ സത്യസന്ധമായ വാക്കുകളാണ് അവർ പറയുന്നത്. പക്ഷേ ആ സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ പരീശന്മാരും ഹെരോദ്യരും അവരുടെ ഹൃദയത്തിൽ വിശ്വസിക്കാതെ യേശുക്രിസ്തുവിനെ എളിഭ്യനാക്കാൻ ഒരു പരിഹാസം നിറഞ്ഞ മുഖസ്തുതി എന്ന് യേശു തിരിച്ചറിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പരിഹാസം നിറഞ്ഞ മുഖസ്തുതി. ഇന്നും നമ്മുടെ ഇടയിൽ പരിഹാസം നിറഞ്ഞ മുഖസ്തുതി പറയുന്നവരുണ്ട്. നീ നല്ലവനാണ്, നീ ധാർമ്മികത പഠിപ്പിക്കുന്നവനാണ്. അപ്പോൾ യേശുവിന് ചിലർ നല്ലവനാണ്. യേശുവിനെ കുറിച്ച് ചിലർക്ക് പറയാനുള്ളത് നീ നല്ലവനാണ്, നീ സത്യവഴി പഠിപ്പിക്കുന്നവനാണ്, നീ മുഖം നോക്കാത്തവനാണെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ ഹൃദയം എത്രത്തോളം സുദൃഢമാണ്, എത്രത്തോളം അതിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്, അതാണ് ക്രിസ്തു ദർശനം. ക്രിസ്തു ദർശനം എന്ന് പറയുന്നത് ക്രിസ്തു ആരൊക്കെയോ ആണ്, ക്രിസ്തു എന്തൊക്കെയോ ആണ് എന്ന് പറയുന്നതിലല്ല.
അതിലപ്പുറത്ത് നിങ്ങൾ പറയുന്നതിലെ ഗൗരവം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ക്രിസ്തു ദർശനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യം ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറയുന്നതാകണം ക്രിസ്തു ദർശനം. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിഹാസം നിറഞ്ഞ മുഖസ്തുതി അല്ല ക്രിസ്തുവിന് വേണ്ടത്. ഉപരി ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഹൃദയാധിഷ്ഠിത ദൈവ ദർശനമാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പരീശന്മാരും ഹെരോദ്യർക്കും ക്രിസ്തു അങ്ങനെയല്ല. അവർക്ക് കേവലം പരിഹാസം നിറഞ്ഞ മുഖസ്തുതി മാത്രമാണ് ആ വാക്കിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്നാണ്. പരീശന്മാർക്ക് എപ്പോഴും മതമാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഹെരോദ്യർക്ക് രാജ്യമാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് അവർ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത്. കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നുള്ള ചോദ്യം വരുന്നതിന് കാരണം ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. മതം സഞ്ചരിക്കുന്നത് മറ്റൊരു ധ്രുവത്തിൽ, സാമ്രാജ്യം സഞ്ചരിക്കുന്നത് മറ്റൊരു ധ്രുവത്തിൽ. സാമ്രാജ്യവും സഭയും ഇത് ഒരുമിക്കുക എന്ന് പറയുന്നത് സംഭവ്യമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലേക്ക് ഇവരെത്തുന്നതിന് കാരണം അതുകൊണ്ടാണ്. ഹെരോദ്യൻസിന് ടാക്സ് ഒരു പ്രശ്നമല്ല. കാരണം റോമാക്കാരിൽ നിന്ന് എല്ലാ നന്മയും സ്വീകരിക്കുന്നവരാണ് ഹെരോദ്യൻസ്. അപ്പോൾ ടാക്സ് അവർക്കൊരു പ്രശ്നമല്ല. അപ്പോൾ മതത്തിന്റെ മേൽ ഏറ്റവും കൂടുതൽ അധികാരം എപ്പോഴും ഭരണത്തിനാണെന്നുള്ള ബോധ്യമുള്ളവരാണ് ഹെരോദ്യൻസ്. അപ്പോൾ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് കൊടുക്കുന്നതിന് അവരെതിരാണ്. കാരണം റോമൻ ഭരണത്തിന്റെ കീഴിലിരിക്കാൻ ഈ യഹൂദന്മാരുടെ മതവിഭാഗത്തിലെ പരീശന്മാർക്ക് ഒരിക്കലും താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ സ്വാഭാവികമായും യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ടാക്സ് എന്ന് പറയുന്ന വിഷയത്തെ യേശുവിന്റെ മുൻപിലേക്ക് അവർ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത്. പക്ഷെ യേശുവിന്റെ മറുപടി വളരെ മനോഹരമായ മറുപടിയാണ്. അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവരുടെ കാപട്യം അറിഞ്ഞു. അപ്പോൾ ഇവിടെ യേശു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഈ പരീശന്മാരുടെയും ഹെരോദ്യരുടെയും കാപട്യമറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് ക്രിസ്തു തിരിച്ചറിഞ്ഞു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തു ദർശനം നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. പക്ഷേ അത് കാപട്യം നിറഞ്ഞതാണ് ക്രിസ്തു ദർശനമെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ കണ്ടീഷൻ അറിയുക. ക്രിസ്തു ദർശനമൊക്കെ നല്ലതാണ്, പക്ഷേ ആ ക്രിസ്തു ദർശനത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ടീഷൻ നിങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിന് അറിയാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് 15-ാം വാക്യത്തിൽ യേശു വെള്ളിക്കാശ് ചോദിക്കുന്നതിന് കാരണം. അവരുടെ കാപട്യം അറിഞ്ഞിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഒരു നാണയം കൊണ്ടുവരിക. യേശു പറയുന്നത്, എൻ്റെ പേരിൽ ഒരു നാണയമില്ല, എൻ്റെ അധികാരം സംബന്ധിച്ചുള്ള ചിഹ്നങ്ങളൊന്നും എനിക്ക് കാണിക്കുവാനില്ല. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ സമ്പന്നന്മാരാകേണ്ടതിന് ഞാൻ ദരിദ്രനായത് നിങ്ങൾ അറിയണം. എൻ്റെ സമ്പന്നത എന്തായിരുന്നു? എൻ്റെ കയ്യിൽ ഈ ടാക്സ് അടയ്ക്കാൻ ഒരു നാണയത്തൊട്ട് പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ അധികാര ചിഹ്നങ്ങളുള്ള നാണയങ്ങളൊന്നും എനിക്ക് പ്രദർശിപ്പിക്കാൻ എൻ്റെ പക്കലില്ല. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് സമ്പന്നത വെടിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായത് നിങ്ങൾ അറിയണം. അപ്പോൾ ദൈവത്തിന്റെ പ്രബോധനം അതെത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു ദർശനമൊക്കെ നല്ലതാണ്, പക്ഷേ ആ ക്രിസ്തു ദർശനത്തിൽ നിങ്ങൾ കാപട്യമുള്ളവരായിട്ടാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം പറയുന്നതെങ്കിൽ അത് നല്ലതല്ല. അപ്പോൾ ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായത് ഹെരോദ്യരെയും പരീശന്മാരെയും മാത്രമല്ല, എന്നെയും നിങ്ങളെയും ഒക്കെ രക്ഷിക്കാൻ അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നവനാണ്. രണ്ട്, ക്രിസ്തു പറഞ്ഞത് ഒരു നാണയം കൊണ്ടുവരുവീൻ,
ഇതിന്റെ മേലെഴുത്ത് ആരുടേത് എന്ന് പറഞ്ഞിട്ട് പറയും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ഈ പ്രപഞ്ചത്തിലായിരുന്നപ്പോൾ യേശുവിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുന്നതിനേക്കാൾ പിതാവിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ പൂർത്തീകരിക്കുവാൻ പിതാവുമായി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ ആ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് പിതാവിന്റെ സമ്മതത്തോടെ നീങ്ങുന്ന ഒരു പുത്രനെ നമുക്ക് നൽകി തന്നതിന്റെ ഒരു ചിത്രം കൂടെ ക്രിസ്തു നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി സമ്പന്നനായിരുന്നിട്ട് അവൻ ദരിദ്രനായത് നമ്മൾ അറിയണം. 2, നമ്മളെ രക്ഷിക്കുവാൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് ആ രക്ഷണീയമായ പദ്ധതി പൂർത്തിയാക്കിയത് നമ്മൾ അറിയണം. എന്നിട്ട് 17-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളോടുള്ള പ്രബോധനം യേശു 17-ാം വാക്യത്തിൽ പറയുകയാണ്. എന്താണ് 17-ാം വാക്യത്തിൽ പറയുന്നത്? യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവീൻ എന്ന് പറഞ്ഞ് അവർ അവനിൽ വളരെ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മാത്രമാണ് നമ്മുടെ പരമാധികാരി. ഇവിടെ ദൈവമാക്കി വെക്കുന്ന ഭരണകർത്താക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സർവത്തിൻ്റെയും അധികാരി സർവശക്തനായ ദൈവമാണ്. മറ്റൊരു കാര്യം അവൻ പറയുന്നത്, ദൈവവും രാജ്യവും അധികാരമുള്ളവർ തന്നെയാണ്, പക്ഷേ ദൈവമാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്ന ഒരാശയം കൂടെ യേശു കർത്താവ് പറയുവാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ രാജ്യം നല്ലതാണ്, ഭരണം നല്ലതാണ്, ഭരണകർത്താക്കൾ നല്ലതാണ്, പക്ഷേ ഇവരെ എല്ലാം ആക്കി വെക്കുന്നത് സർവശക്തനായ സർവാധികാരിയായ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ അധികാരത്തോളം മറ്റൊരധികാരവുമില്ല എന്ന് പരീശന്മാർക്കും ഹെരോദ്യർക്കും ബോധ്യമായപ്പോൾ അവർ അവങ്കൽ ആശ്ചര്യപ്പെട്ടു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ കൊടുക്കുവാൻ വന്നവർ അപഹാസ്യരായി. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച്, യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ജനം യേശുവിനെ ആരാധിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പരീശന്മാർക്കും ഹെരോദ്യൻസിനും ബോധ്യമായി എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ക്രിസ്തു ദർശനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് പറയുന്നവരുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് വിപ്ലവകാരി എന്ന് പറയുന്നവരുണ്ട്. ക്രിസ്തു ഒരു കോസ്മിക് ക്രൈസ്റ്റ് ആണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ക്രിസ്തു കേവലം ധാർമ്മിക ഉപദേഷ്ടാവാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞതിലെ ആത്മാർത്ഥത, അവർ പറഞ്ഞതിലെ സത്യം, അത് അവരുടെ ഹൃദയാന്തർഭാഗത്ത് നിന്നാണോ അല്ലയോ എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതോ യേശുവിനെ പരീക്ഷിക്കാൻ, യേശുവിനെ കൊടുക്കാൻ, യേശുവിനെ കളിയാക്കുവാൻ വേണ്ടിയാണെങ്കിൽ അത് അപകടമാണ് എന്ന് പറഞ്ഞ് യേശു പറഞ്ഞവസാനിപ്പിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ സർവത്തിൻ്റെയും അധികാരിയാണ്, സർവത്തിൻ്റെയും ശ്രേഷ്ഠനാണ്, സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച നാഥനാണ്, കർത്താവാണ്, ദൈവമാണെന്ന ബോധ്യത്തിലേക്ക് വരുന്നതാകണം നമ്മുടെ ക്രിസ്തു ദർശനം.